ഇടുക്കി ജില്ലയുടെയും കോട്ടയം ജില്ലയുടെയും അതിരിൽ നിൽക്കുന്ന സ്ഥലം, സഞ്ചാരികളുടെ ട്രെക്കിംഗ് സ്പോട്ട്, കാൽനട കൊണ്ടും മാത്രം കയറി ചെല്ലാവുന്ന, ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം ഒളിഞ്ഞിരിക്കുന്ന പാറക്കെട്ടുകളിലൂടെ ചെന്നെത്താവുന്ന വ്യൂ പോയിന്റ്, അതാണ് ആനപ്പാറ. വാഹനങ്ങൾ ഒരിക്കലും കയറി ചെല്ലാൻ പറ്റാത്ത സ്ഥലത്തേക്ക് ഇന്ത്യയുടെ സ്വന്തം കമ്പനിയായ ടാറ്റയുടെ ഒരു കാർ കടന്നു ചെല്ലുന്നു. കുറച്ചു ദിവസങ്ങൾ മുൻപാണ് ടാറ്റ ഹാരിയർ EV അവതരിപ്പിച്ചത്. ഒരു വീഡിയോ അങ്ങ് ഇറക്കിവിട്ട് ടാറ്റ തങ്ങളുടെ പുതിയ മോഡൽ പരിചയപ്പെടുത്തി. വാഗമണ്ണിലെ ആനപ്പാറയിലേക്ക് ഹാരിയർ EV പാഞ്ഞു കയറിയ ദൃശ്യങ്ങൾ ആരും മറക്കാനിടയില്ല. ആനപ്പാറ എന്ന മലമുകളിലേക്കുള്ള സാഹസിക യാത്രയാണ് പരസ്യ വീഡിയോയിൽ കാണുന്നത്. തിരിച്ചുവരവ് പോലും സാധ്യമായിരിക്കില്ല എന്ന് സ്ഥലനിവാസികൾ പോലും ഉറപ്പു പറയുന്നിടത്തേക്കാണ് ടാറ്റ ഹാരിയർ EVയുടെ യാത്ര. നിങ്ങൾ ആ പാറ കണ്ടിരുന്നോ? ആ പാറയുടെ മേളിലേക്ക് കാർ കയറി പോയി. ഇറ്റ്സ് ഇംപോസിബിൾ. ഹാരിയർ EVയുടെ ഓഫ് റോഡ് ശേഷി തെളിയിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. 3 ഘട്ടങ്ങളിലായാണ് ഹാരിയർ EV മലമുകളിൽ എത്തുന്നത്. ആദ്യ 2 ഘട്ടങ്ങളും ഹാരിയർ EV വളരെ അനായാസം തന്നെ മറികടക്കുന്നുണ്ട്. എന്നാൽ 3ാമത്തെ ഘട്ടം അപകടം പിടിച്ചതാണ്. 3ാം ഘട്ടത്തിൽ മലയുടെ ടോപ്പിലേക്ക് എത്തുന്നതിന് വാഹനം സ്പോർട്സ് മോഡിലേക്ക് മാറ്റി. ഓൾ വീൽ ഡ്രൈവിന്റെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തി. ടാറ്റയുടെ ട്രാൻസ്പെറന്റ് മോഡ് എന്ന സംവിധാനം ഇതിനായി ഹെൽപ്പ് ചെയ്യുന്നു. റോക്ക് ക്രോൾ, സ്നോ, സാൻഡ് തുടങ്ങിയ ടെറൈൻ മോഡുകളും വാഹനത്തിൽ ഒരുക്കിയിട്ടുണ്ടെന്നാണ് ടാറ്റ മോട്ടോഴ്സ് അവകാശപ്പെടുന്നത്. ഓരോ ആക്സിലും ഘടിപ്പിച്ചിരിക്കുന്ന ഡുവൽ മോട്ടോർ കോൺഫിഗറേഷൻ ഉള്ളതിനാൽ പെർഫോമൻസിൽ മുന്നിൽ തന്നെയാവും ഹാരിയർ. ഓഫ് റോഡിങ്ങിന് വളരെ സഹായിക്കുന്ന ബൂസ്റ്റ് മോഡ് അസിസ്റ്റിംഗ് ഫീച്ചറും ഇവയിലുണ്ട്. ഏത് റോഡിലും മികച്ച ഡ്രൈവിംഗ് അനുഭവം നൽകാൻ കഴിയുന്ന രീതിയിലാണ് ബാറ്ററി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ടാറ്റ ഹാരിയർ EVയുടെ ബേസ് പാക്ക് അഡ്വഞ്ചർ വേരിയന്റ് 65 kW ബാറ്ററി പാക്ക്, റിയൽ ആക്സിൽ ഘടിപ്പിച്ചിരിക്കുന്ന 230 PS ഇലക്ട്രോണിക് മോട്ടോറുകളാണ്. ഫുൾ ചാർജിൽ 622 കിലോമീറ്റർ വരെ ദൂരത്തിൽ ഓടാൻ കഴിയും. അഡ്വഞ്ചർ വേരിയന്റിൽ 6 എയർ ബാഗുകൾ, സെൻസറുള്ള റിയർ പാക്കിംഗ് ക്യാമറ, ഫോളോ മീ ഹോം ഹെഡ്ലൈറ്റുകൾ, ഓട്ടോ ഹോൾഡ് ഫംഗ്ഷനോട് കൂടിയ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, 4 വീലുകളിലും ഡിസ്ക് ബ്രേക്കുകൾ, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ഇൽ ഹോൾഡും ഇൽ ഡിസെന്റും കൺട്രോൾ തുടങ്ങിയവ ടോപ്പ് വേരിയന്റിൽ അഡ്വാൻസ് ഡ്രൈവിംഗ് അസിസ്റ്റന്റ് സിസ്റ്റം ലെവൽ 2 കൂടി സജ്ജീകരിച്ചിരിക്കുന്നു. 14.5 ഇഞ്ച് ടച്ച് സ്ക്രീൻ, പനോരമിക് സൺറൂഫ്, വയർലെസ് ഫോൺ ചാർജർ, 540° വ്യൂ ക്യാമറ, വെന്റിലേറ്റർ ഫ്രണ്ട് സീറ്റുകൾ, ഡ്രൈവിംഗ് സീറ്റിനുള്ള മെമ്മറി ഫംഗ്ഷൻ, സഹ ഡ്രൈവർ സീറ്റിനുള്ള ബേസ് മോഡ്, കാൽമുട്ട് എയർ ബാഗുകൾ, ലെവൽ 2 അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റന്റ് സിസ്റ്റം തുടങ്ങിയ പ്രീമിയം സവിശേഷതകളും ഈ വണ്ടിയുടെ പ്രത്യേകതയാണ്. എയറോ ഇൻസേർട്ടുകളുള്ള 18 ഇഞ്ച് അലോയ് വീലുകൾ, ഡുവൽ ടോൺ പെയിന്റ്, LED ബൈ പ്രൊജക്ടർ ഹെഡ്ലാമ്പുകൾ, LED DRLുകൾ, LED ടൈൽ ലൈറ്റുകൾ, ഇരുവശത്തും കണക്റ്റഡ് ലൈറ്റുകൾ, റൂഫ് റെയിലുകൾ, ഇന്റഗ്രേറ്റഡ് സൈഡ് സ്റ്റെപ്പുകൾ, റിയർ വൈപ്പറും വാഷറും, കഡിൻ ലാമ്പുകൾ, ഷാർക്ക് ഫിൻ ആന്റിന തുടങ്ങിയ സവിശേഷതകളോടെയാണ് ഹാരിയർ EVയുടെ ഡിസൈൻ. ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പ് ക്രമീകരിക്കാവുന്ന സ്റ്റിയറിംഗ് വീൽ, ARI കണക്റ്റഡ് കാർ സാങ്കേതിക വിദ്യ, ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ കണക്ടിവിറ്റി, ഓവർ ദി എയർ അപ്ഡേറ്റുകൾ എന്നിവയും വെഹിക്കിൾ ടു ലോഡ് ചാർജിംഗ് പിന്തുണയും കമ്പനി ഇതിൽ നൽകിയിരിക്കുന്നു. ഇതോടെ ഉപഭോക്താക്കൾക്ക് ഒരു ഇലക്ട്രോണിക് കാറിൽ നിന്നും മറ്റൊരു ഇലക്ട്രോണിക് കാർ ചാർജ് ചെയ്യാൻ കഴിയും. കൂടാതെ V12 സവിശേഷത ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏത് ഇലക്ട്രോണിക് ഉപകരണത്തെയും പവർ നൽകാൻ കഴിയും. ഇതുകൂടാതെ ടച്ച് അധിഷ്ഠിത HVAC പാനൽ, ഇലുമിനേറ്റഡ് ടാറ്റ ലോഗോയുള്ള 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ, ഡുവൽ സ്റ്റോൺ ക്ലൈമറ്റ് കൺട്രോൾ, പനോരമിക് സൺറൂഫ്, വെന്റിലേറ്റർ ഫ്രണ്ട് സീറ്റുകൾ, ഫ്രണ്ട് റിയർ പാർക്കിംഗ് സെൻസറുകൾ, ചെറിയ ഡ്രൈവ് സെലക്ടർ, റോട്ടറി ഡയൽ, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, ഹിൽ ഹോൾഡ് അസിസ്റ്റന്റ്, ലെവൽ 2 ADAS എന്നിവ ഉൾപ്പെടെയുള്ള ഒരുപാട് സവിശേഷതകളോട് കൂടിയാണ് ഹാരിയർ EV വിപണിയിൽ എത്തിയിരിക്കുന്നത്.